ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിഹാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ രാവിലെ തന്നെ ഇച്ചൂട്ടി അവിടെ പുറത്തിറങ്ങി നിൽക്കുവാണ്. വീടിൻ്റെ പുറത്ത് മുറ്റത്തോടെ നടക്കുന്നതാണ് ഇപ്പോൾ ആൾക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അതിലൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നടക്കും. അതാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ ഫ്രീ ആയിട്ടങ്ങ് വിടുകയാണെങ്കിൽ പിന്നെ വേറെ വഴക്കൊന്നുമില്ല. നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് വഴക്ക് തുടങ്ങും. അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം അവളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും ചായയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് നമുക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം മാളുവിന് റിസൾട്ട് വന്നിട്ടുണ്ട്. റിസൾട്ട് വന്നിട്ട് അവൾക്ക് റാങ്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബിരിയാണിയാണ് സന്ദീപ് പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും ചിലവാണ് കേട്ടോ ഇന്ന് റിസൾട്ട് വന്നതിൻ്റെ. അപ്പം ഞാനും ചേട്ടായും കൂടെ ഞങ്ങൾ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് പഞ്ചായത്ത് പടിക്കൽ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഫിൻലാൻഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടുന്ന് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ബിരിയാണി ആദ്യമായിട്ടാണ് നമ്മൾ അവിടുന്ന് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ബിരിയാണി വാങ്ങിച്ചു, ചിക്കൻ ബിരിയാണി. അതിൻ്റെ കൂടെ തന്നെ പൊറോട്ട വാങ്ങിച്ചു കേട്ടോ. പൊറോട്ടയും ഗ്രീൻ പീസ് കറി. ഇത് മെയിനായിട്ടും അമ്മച്ചിക്കാണ്, കാരണം അമ്മച്ചി ഇങ്ങനെ ബിരിയാണി ഒന്നും കഴിക്കുകയല്ലോ. അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ബിരിയാണി അങ്ങ് തുറന്നു. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇത് കൈമ റൈസ് വെച്ചിട്ടാണ് ഇവർ ബിരിയാണി ചെയ്തിരിക്കുന്നത്. അപ്പം ബിരിയാണിക്ക് ഏറ്റവും നല്ല റൈസല്ലേ കൈമ റൈസ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും നീണ്ട റൈസ് ബസ്മതിയാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ എനിക്കിഷ്ടം കൈമയാണ്. അപ്പം ഇവിടെ അടിപൊളിയായിട്ടുണ്ടെന്ന് ചേട്ടായി പറയുകയാണ് കേട്ടോ. ബിരിയാണി അടിപൊളിയായിട്ടുണ്ടെന്ന്. എസൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മുട്ട ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം, സാലഡ്, പിന്നെ അച്ചാർ, ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ബിരിയാണി വാങ്ങിക്കുന്നേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. പിന്നെ നന്നായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടും കൂടെയാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമ്മളൊരു പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരു വീടാണ്. അപ്പോൾ അത് എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഇതാണ് നമ്മൾ കണ്ട വീട് കേട്ടോ. ഇത് നമുക്ക് തീക്കോയി അടുത്ത് തന്നെയാണ്. പക്ഷേ തീക്കോയി മെയിൻ ടൗണിൽ നിന്ന് ഒരു 500 മീറ്റർ അകത്തേക്ക് കയറി പോകണം. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഫുള്ള് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഒരു കയറ്റം ഉള്ള കാരണം നമ്മളിത് സെലക്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ ഒരു ഹാളായിരുന്നു, പിന്നെ ഹാള്, കിച്ചണ്, അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വെള്ളത്തിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല, കാരണം വെള്ളത്തിന് അവർ കുഴൽക്കിണറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ വാഷ് ചെയ്യുന്ന ആ ഒരു ഏരിയ. എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതാണ് ഹാള് കേട്ടോ. ഹാൾ അത്യാവശ്യം ഒരു വലിയ ഹാളായിരുന്നു. നോക്കിയത് മെയിൻ റോഡിൻ്റെ അടുത്തുള്ളതായിരുന്നു കേട്ടോ. ഇതിപ്പം മെയിൻ റോഡിനടുത്തൊക്കെ ആയിരുന്നു, പക്ഷേ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു 500 മീറ്റർ ദൂരം ഉള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊരു കയറ്റത്തിലിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് പോകുന്ന റൂട്ട് നമുക്കത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിത് സെലക്ട് ചെയ്യുന്നില്ല. ബാക്കി പണിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. 3 ബാത്റൂം ഉള്ളതും 3 അറ്റാച്ച്ഡ്. പിന്നെ അത്യാവശ്യം മുഴുത്ത റൂംസൊക്കെയാണ് കേട്ടോ. പിന്നെ കിച്ചൺ ഫെസിലിറ്റീസ് ഒക്കെ ആണെങ്കിലും നമുക്ക് പിന്നെ വേറെ വലിയ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് ജീവിക്കാനുള്ള ഒരു നല്ലൊരു വീടായിരുന്നു കേട്ടോ. പിന്നെ റേറ്റും വലിയ കൂടുതലായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഇതാണ് ഒരു ബാക്ക് സൈഡ് കേട്ടോ. കിച്ചണിൻ്റെ ഒക്കെ ബാക്ക് സൈഡ് ഇതാണ്. അപ്പം എല്ലാവർക്കും ഇത് അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ ഇരിക്കുന്ന ആ ഒരു ഭാഗം അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്നാണെങ്കിലും നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഒരു കെട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊച്ചിനെയൊക്കെ ആണെങ്കിലും കൊണ്ടുവരുമ്പോഴത്തേക്കും അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവുമോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. അവർ പറഞ്ഞത് ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ നോക്കാമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട് എനിക്ക് പേഴ്സണലി ഈ വീടിൻ്റെ കാര്യങ്ങൾ അകത്തൊക്കെയാണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വീട് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ലൊക്കേഷൻ ഇരിക്കുന്നതുകൊണ്ട് നമ്മളിത് വേണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു, വെറുതെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, ചായയൊക്കെ കുടിച്ചു. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മൾ ഇച്ചുകുട്ടീനെ കൊണ്ട് അവിടെ പള്ളിയിലെ പെരുന്നാൾ കാണാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ വഴിയിരുന്നോ കാണുന്നുള്ളൂ, അങ്ങോട്ടേക്ക് പോകുന്നില്ല, അവിടെ വഴിയിലിരുന്നോ കാണുന്നുള്ളൂ. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് പെരുന്നാളൊക്കെ കാണുകയാണ്. അപ്പോൾ കൈ കൊട്ടാനൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ആവേശമാണ് കേട്ടോ. ചെണ്ട കൊട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.